ലോകഭൂപടത്തിലെ സകല രാഷ്ട്രീയ അധികാര സമവാക്യങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് കോട്ടകളുടെ തലപുകയ്ക്കുന്ന ഒരു ചോദ്യം എന്നും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നുണ്ട്. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇറാന്റെ നെഞ്ചിലേക്ക് വിജയക്കൊടി നാട്ടാൻ തങ്ങൾക്ക് കഴിയാത്തത്? പാശ്ചാത്യ ശക്തികളുടെ കണക്കുകൂട്ടലുകളെയും ആധുനിക യുദ്ധതന്ത്രങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാൻ എന്ന പശ്ചിമേഷ്യൻ രാജ്യം ഇന്നും തങ്ങളുടെ പരമാധികാരവും സൈനിക ശേഷിയും നിലനിർത്തുന്നു. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ, ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള പുറംമോടികൾ, വ്യോമാക്രമണങ്ങൾ, പരമോന്നത നേതാക്കളുടെ വധം തുടങ്ങിയ ഒരു രാജ്യത്തെ തകർക്കാൻ ആവശ്യമായ എല്ലാ ആയുധങ്ങളും പാശ്ചാത്യ സഖ്യം ഇറാന് നേരെ പ്രയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ കടുത്ത അഗ്നിവർഷം ചൊരിഞ്ഞപ്പോൾ ഇറാന്റെ ആത്മീയവും രാഷ്ട്രീയമായ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇല്ലാതായപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അന്ത്യകൂദാശ കുറിച്ചെന്ന് ലോകമാധ്യമങ്ങളും ശത്രുക്കളും ഒരുപോലെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശത്രുവിന്റെ കണക്കുകൂട്ടലുകളിൽ ഇറാൻ വീണു കഴിഞ്ഞിരുന്നു. എന്നാൽ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ പുരാണങ്ങളിലെ ഫിനിക്സ് പക്ഷിയെ പോലെ സൈനിക ശേഷിയുടെയും അചഞ്ചലമായ ഭരണകൂടത്തിന്റെയും കരുത്തിൽ ഇറാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആയുധം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കാണെന്നാണ് പൊതുവെ ലോകം കരുതുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാന്റെ ഭീഷണി പലപ്പോഴും ആഗോള വിപണിയെ ഉലച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും തൊടാനാകാത്ത വണ്ണം ഇറാന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാസ്പിയൻ കടലാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ഏറ്റവും വലിയ രക്ഷാകവചമായി വർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയം റഷ്യ, ഇറാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, കസഖിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഭൂമിശാസ്ത്രപരമായി കരിങ്കടലോ മെഡിറ്ററേനിയൻ കടലോ പോലെ അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾ ബാധകമല്ലാത്ത ഒരു സവിശേഷമായ അന്താരാഷ്ട്ര പദവിയാണ് കാസ്പിയൻ കടലിനുള്ളത്. 2018 ഈ 5 തീരദേശ രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ച ചരിത്രപ്രധാനമായ കരാർ പ്രകാരം കാസ്പിയൻ കടൽ മേഖലയിലെ ബാഹ്യശക്തികളെ, വിശേഷിച്ചും അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിന്റെയോ നാവിക സാന്നിധ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. തൽഫലമായി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കോ US ഏജൻസികൾക്കോ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സുരക്ഷിത താവളമായി ഈ ജലാശയം മാറി. ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷത റഷ്യയ്ക്കും ഇറാനും തങ്ങളുടെ തന്ത്രപ്രധാനമായ രഹസ്യ ഇടപാടുകളും കച്ചവടങ്ങളും യാതൊരു ഭയവുമില്ലാതെ സുഗമമായി നടത്താനുള്ള വലിയൊരു വഴി തുറന്നുകൊടുത്തു. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കാൻ റഷ്യയും ഇറാനും ചേർന്ന് കാസ്പിയൻ കടൽ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഇരുണ്ട വ്യാപാര ശൃംഖലയാണ് അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നത്. ഏകദേശം $20 ബില്യൺ ഭീമമായ നിക്ഷേപത്തോടെ വോൾഗ, ഡോൺ നദികളെയും കനാൽ സംവിധാനങ്ങളെയും ബന്ധിപ്പിച്ച് ഇവർ വികസിപ്പിച്ചെടുത്ത വടക്ക് തെക്ക് വ്യാപാര ഇടനാഴി പാശ്ചാത്യ ഉപരോധങ്ങളെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണ്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്താൻ അത്യാധുനിക തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ കപ്പലുകൾ തങ്ങളുടെ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം പൂർണ്ണമായും ഓഫാക്കിയാണ് യാത്ര ചെയ്യുന്നത്. സാറ്റലൈറ്റുകളെയും പാശ്ചാത്യ നിരീക്ഷണ ഏജൻസികളെയും പറ്റിക്കാൻ വേണ്ടി കപ്പലുകൾ നിലവിലുള്ള സ്ഥലത്തിന് പകരം വ്യാജ ലൊക്കേഷൻ സിഗ്നലുകൾ അന്താരാഷ്ട്ര ശൃംഖലകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. തുറമുഖങ്ങളിൽ കപ്പലുകൾ അടുക്കുമ്പോൾ ഔദ്യോഗിക രേഖകളിൽ പെടുത്താതെ രഹസ്യമായി ചരക്കിറക്കുന്ന രീതിയാണിത്. പനാമയോ സിംഗപ്പൂരോ പോലുള്ള വിദേശ രാജ്യങ്ങളുടെ വ്യാജ പതാകകൾക്ക് കീഴിലാണ് ഈ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. അന്താരാഷ്ട്ര ജലാശയങ്ങളിൽ വെച്ച് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്കുകൾ മാറ്റിക്കയറ്റി യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കുന്നു. ഈ നിഴൽ വ്യാപാരം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാങ്കേതികമായി എത്രയോ മുന്നിലായ അമേരിക്കൻ ഇന്റലിജൻസിന് പോലും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ നിഴൽപാതയിലൂടെ നടക്കുന്ന അത്ഭുതപൂർവമായ ആയുധ സാമ്പത്തിക കൈമാറ്റങ്ങളാണ് കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെയും റഷ്യയുടെയും യുദ്ധശേഷിയും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയും തകരാതെ നിലനിർത്തുന്നത്. 2 രാജ്യങ്ങളും തങ്ങളുടെ അതിജീവനത്തിനായി പരസ്പരം സഹായിക്കുന്ന ഒരു വലിയ കൂട്ടുകെട്ടാണ് ഇതിലൂടെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ തങ്ങളുടെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഷാഹദ് 136 കാമിക്കസ് ഡ്രോണുകൾ വൻതോതിൽ റഷ്യയ്ക്ക് നൽകുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ മേധാവിത്വം നൽകാൻ ഈ ഡ്രോണുകൾക്ക് സാധിച്ചു. പകരമായി റഷ്യയിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളായ Su-35 ഫൈറ്റർ ജെറ്റുകൾ, Mi-28 ആക്രമണ ഹെലികോപ്റ്ററുകൾ, Yak-130 അഡ്വാൻസ്ഡ് പൈലറ്റ് പരിശീലന വിമാനങ്ങൾ എന്നിവ വാങ്ങി ഇറാൻ തങ്ങളുടെ വ്യോമസേനയെ അതിവേഗം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ശതകോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യാധുനിക മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യ ഇറാനിൽ എത്തിക്കുന്നത് ഇതേ കാസ്പിയൻ പാത വഴിയാണ്. വെറും ആയുധങ്ങൾ മാത്രമല്ല, രാജ്യത്ത് പട്ടിണിയും ഉപരോധം മൂലമുള്ള സാമ്പത്തിക തകർച്ചയും ജനകീയ പ്രക്ഷോഭങ്ങളും ഒഴിവാക്കാൻ റഷ്യയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ടൺ ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് ഇറാൻ ഇറക്കുമതി ചെയ്യുന്നത്. പരസ്പരം സഹായിക്കുന്ന ഈ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ നിഴൽ കപ്പൽപ്പട ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര വിപണിയെയും സൈന്യത്തെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. ഇറാന്റെ ഈ വടക്കൻ പ്രതിരോധ കോട്ട തകർക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുന്നിലുള്ള സൈനിക ഓപ്ഷനുകൾ കടുത്ത അപകട സാധ്യതകൾ നിറഞ്ഞതാണ്. യുദ്ധതന്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്ന ചില വഴികളും അതിന് പിന്നിലെ ഭയാനകമായ പ്രതിസന്ധികളും ഇവയാണ്.
കാസ്പിയൻ തുറമുഖങ്ങളെ ഇറാന്റെ ഉൾപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് ശൃംഖലകളെയോ അല്ലെങ്കിൽ ഇറാന്റെ പ്രധാന താവളമായ ബദർ അൻസാലി പോലുള്ള തുറമുഖങ്ങളെയോ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നത് അമേരിക്കയ്ക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള റഷ്യൻ കപ്പലുകൾക്കോ റഷ്യൻ ഉദ്യോഗസ്ഥർക്കോ നയതന്ത്രജ്ഞർക്കോ പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കും. ഇറാന്റെ വടക്കൻ മേഖലകളിൽ വ്യോമാക്രമണം നടത്തണമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പൂർണ്ണമായി വ്യോമ മേധാവിത്വവും ആവശ്യമാണ്. എന്നാൽ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഇറാന് കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച അമേരിക്കൻ F-50 യുദ്ധവിമാനം ഇറാന്റെ ഡിഫൻസ് സിസ്റ്റം തകർത്ത സംഭവം ഇതിന് അടിവരയിടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ പ്രതിരോധ ഇടനാഴിയെ നേരിട്ട് ആക്രമിക്കാൻ മുതിർന്നാൽ അത് റഷ്യയുമായുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമെന്ന കടുത്ത ഭയം അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്നോട്ട് വലിപ്പിക്കുന്നു.